ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ നേരത്തെ നമ്മൾ സാമൂഹ്യ ജാഗ്രതയെ പറ്റി പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടൽ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ഇതാദ്യം തന്നെ ഒരു വാർ റൂം എന്ന രീതിയിൽ ഒരു സമിതിയെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതേ രീതിയിൽ പറയാൻ കഴിയുന്ന ജനകീയ സമിതികൾ ഏത് ദുരന്ത മേഖലയിലും സർക്കാരിന് സംവിധാനത്തിനൊരു മുതൽക്കൂട്ട് മാത്രമേ ആവുകയുള്ളൂ. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് അങ്ങനെയൊന്നും ഉണ്ടാകേണ്ടത് ഇനിയും നമുക്ക് വേണ്ടതാണ്. തീർച്ചയായിട്ടും മാധവ്, ഇതിൽ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, സംവിധാനങ്ങൾ, സമിതികൾ, ഇതിനൊക്കെ അപ്പുറത്ത് പബ്ലിക്കിനോട് 100% അക്കൗണ്ടബിൾ ആയിരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് സർക്കാരിന് തന്നെയാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്തം പറയേണ്ടതും സർക്കാർ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തു, അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ചോദിക്കാനും ക്ലെയിം ചെയ്യാനും പറ്റുന്ന ഒരു അവകാശമില്ല. സർക്കാരിനോട് നമുക്കിതൊക്കെ ചോദിക്കാം. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും അവസാന ആശ്രയം എന്ന് വിചാരിക്കുന്നത് നമ്മൾ സർക്കാരിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ കുറേ കൂടി മനുഷ്യത്വപരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതിന് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചർച്ചകൾ നടത്തുന്നു, അതിനുശേഷം മറ്റൊരു ദുരന്തം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയുള്ള കാര്യം വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ ആളുകളെയും അവരുടെ ശബ്ദങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ 2019 അവസാനം നമ്മൾ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈഡ്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്, കുട്ടികൾക്ക് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംവിധാനങ്ങളില്ല എന്നുള്ള വലിയ ക്യാമ്പയിൻ നടന്നപ്പോൾ അതിന് വലിയ നേതൃത്വം നൽകിയ സ്വകാര്യ വ്യക്തികളും സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയാണ്. പക്ഷേ സർക്കാർ നേതൃത്വത്തിൽ എന്ത് നടത്തി എന്ന് ചോദിച്ചാൽ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം നേട്ടം അവകാശപ്പെടുന്ന സർക്കാർ ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ടതാണ്, നയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ഈ പണം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ആദികേശവൻ പോലുള്ള അദ്ദേഹം പറഞ്ഞ കണക്ക് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയ ഒരു കൗതുകമുണ്ട്. ഈ 120 കോടി കൊണ്ട് ഈ പ്രദേശത്തെ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ സാമ്പത്തിക ധനകാര്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അക്കാര്യത്തിൽ അങ്ങനെ ഒരു ആലോചന നടത്താത്തത്? നമ്മുടെ ഒത്തിരി സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ പണം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി കിട്ടാൻ സാധ്യതയുള്ള പണം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഈ ആളുകളുടെ സാമ്പത്തിക പ്രതിസന്ധി, ഇവരുടെ ലോണിൻ്റെ ഭാരം അത് സർക്കാർ ഏറ്റെടുക്കുന്നു. എഴുതി തള്ളുക എന്നുള്ളതിൻ്റെ സാങ്കേതികത്വത്തിനപ്പുറം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഇവർ ഇനി നാളെ മുതൽ ഈ ബാധ്യത ഏറ്റെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചിട്ട് ഒരു വിശ്വാസമുണ്ടാകും. കൂടുതൽ ആളുകൾ പണം നൽകുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്ക് സിനിമാ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ പരസ്യം ചെയ്ത് പണം സ്വീകരിക്കേണ്ട ഗതികേടിലേക്കോ അപ്പുറം ഈ ഇത്തരം സംവിധാനങ്ങളെ, ദുരിതാശ്വാസ നിധി പോലെയുള്ള സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളുടെ പണം കിട്ടാനും കൂടി സാഹചര്യം ഒരുക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മനുഷ്യരുടെ പ്രയാസങ്ങളെ അറിഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ടോ 6,000 രൂപ മാസവാടക തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴോ കേരളത്തിലെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ വിലക്കയറ്റം, മറ്റ് പല സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു എമൗണ്ട് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. UDF നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ടി സിദ്ദിഖ് MLA അടക്കമുള്ള ആളുകൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രപ്പോസലുകൾ വെച്ചിട്ടുണ്ട്, മറ്റ് പല സംഘടനകളും വെച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഉയർന്നു വരും. ഇപ്പോൾ മാധു തന്നെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് ബഹുമാനീയനായ LDF പ്രതിനിധിക്ക് ഒരു ഉത്തരവുണ്ടായില്ല. കാരണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയാം. അതിന് അടുത്തത് വരാൻ പോവുക. അപ്പോൾ ഇത് ആലോചിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വിഷയം വന്നതിന് ശേഷമല്ല ആലോചന നടക്കേണ്ടത്. ഇത്തരം സാഹചര്യത്തിൽ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾക്കാണ് ക്യാപ്റ്റൻ എന്നും സർക്കാർ എന്നും നമ്മൾ വിളിക്കേണ്ടത്. ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിടം എന്ന് പറയുന്നത്